ഇനി വേണ്ടത് വെറും 7 കോടി. മറ്റൊരു നാഴികക്കല്ല് മറികടക്കാൻ മോഹൻലാലിന്റെ എമ്പുരാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. വൻ ഹൈപ്പിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. മോഹൻലാൽ നായകനായി പ്രദർശനത്തിനെത്തിയപ്പോൾ 259 കോടിയിലധികം നേടിയിട്ടുണ്ട്. മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം. എമ്പുരാൻ മലയാളം പതിപ്പ് മാത്രമായി 93.15 കോടി രൂപ നേടിയിട്ടുണ്ടെന്നും ഇനി 7 കോടിക്കടുത്ത് ഉണ്ടെങ്കിൽ 100 കോടി എന്ന മാന്ത്രിക സംഖ്യ ആ വിഭാഗത്തിലും എത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളായി റിപ്പോർട്ട് ചെയ്യുന്നത്. മഞ്ഞുമ്മൽ ബോയ്സിനെ വീഴ്ത്തി മോഹൻലാൽ ചിത്രം വിദേശത്തും ഒന്നാമതെത്തിയിട്ടുണ്ട്. എമ്പുരാൻ 100 കോടി തിയേറ്റർ ഷെയർ വരുന്ന ആദ്യ മലയാള ചിത്രം ആയിട്ടുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കുകളാണ് ഇത്. തെന്നിന്ത്യയിൽ 100 കോടിയിൽ ഷെയർ നേട്ടത്തിലേക്ക് അവസാനമെത്തുന്നത് മോളിവുഡ് ആണ്. ചിത്രത്തിന്റെ ഫൈനൽ ഗ്രോസ് എത്ര വരുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് മോളിവുഡ്. ലൂസിഫറിന്റെ 2ാം ഭാഗമാണ് എമ്പുരാൻ. സംവിധായകനും പൃഥ്വിരാജ് ആണ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. പൃഥ്വിരാജും പ്രധാന കഥാപാത്രമായി ചിത്രത്തിലുണ്ട്. 2025 ജനുവരി 26 ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഓരോ നടീനടന്മാരും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി 9 മുതൽ ആരംഭിച്ച് അവസാനിച്ചത് ഫെബ്രുവരി 26 വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ, വീഡിയോ എന്നിവയിലൂടെയാണ്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി, ഖുറേഷി എബ്രഹാം, പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സയ്യിദ് മസൂദ് എന്നിവയുടെ ക്യാരക്ടർ പോസ്റ്ററുകളും വീഡിയോകളുമാണ് ഫെബ്രുവരി 26 എത്തിയത്. ഓരോ ദിവസവും 2 കഥാപാത്രങ്ങളെന്ന കണക്കിൽ 18 ദിവസം കൊണ്ട് ചിത്രത്തിലെ 36 കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർ നേരത്തെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.